കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നമ്മുടെ പ്ലസ് ടുക്കാരുടെ സോഷ്യോളജി എക്സാം ആണ്. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അത് വെറുതെ പറയുമല്ല, PYQs വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 2025 അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം ഇതൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാ കണ്ടല്ലോ, ചോയ്സ് ഒന്നുമില്ല, തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. സോ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ളത് സെക്സ് റേഷ്യോ ഇന്ത്യയിൽ കുറഞ്ഞു പോകാനുള്ള 2 റീസൺസ് ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റിൻ്റെ 2 ഫ്യൂച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിമൺ ഇന്ത്യയിൽ അനുഭവിക്കുന്ന 2 പ്രോബ്ലംസ് പറയാൻ വേണ്ടിയിട്ട്, പിന്നെ വെസ്റ്റേണൈസേഷൻ എന്താണ്, പിന്നെ എന്താണ് ദറ്റ് ഈസ് 2 എക്സാമ്പിൾസ് ഓഫ് പ്രൈവറ്റ് FM ചാനൽസ് ഇൻ അവർ കൺട്രി. പ്രൈവറ്റ് FM ചാനൽസിന് 2 എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 14ാമത്തെ ചാപ്റ്ററിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആ ഒരു 14ാമത്തെ ചാപ്റ്ററിൽ നിന്ന് മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നതിന് 2 കാരണങ്ങൾ, ജാതിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ, ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന ഏതെങ്കിലും 2 പ്രശ്നങ്ങൾ, പാശ്ചാത്യവൽക്കരണം എന്താണ്, നമ്മുടെ രാജ്യത്തിലെ ഏതെങ്കിലും 2 സ്വകാര്യ FM ചാനലുകൾക്ക് ഉദാഹരണം എഴുതുക. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് 2 മാർക്കിന് തന്നെ ഇനിയും എന്ത് ചെയ്യാം, ചോദിക്കാം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ പാശ്ചാത്യവൽക്കരണം പോലുള്ള ടോപ്പിക്സൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടും വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന സമയത്ത് 2 മാർക്കിന് കണക്കാക്കി മാത്രമല്ല, അതൊരു ഷോർട്ടസ്റ്റ് ലെവലിൽ തന്നെ നോക്കിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തിന് നമുക്ക് 2024 ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. സോ അതിൽ നമുക്ക് ആദ്യമേ തന്നെ സെക്സ് റേഷ്യോ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഡോമിനൻറ്റ് കാസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ എക്സ്ക്ലൂഷൻ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ല ടൈലർ കൊണ്ടുവന്ന ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. മാസ് കമ്മ്യൂണിക്കേഷൻസ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ ആ രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീ പുരുഷ അനുപാതം എന്ന ആശയം വിശദീകരിക്കുക, പ്രബല ജാതിയും ഉദാഹരണങ്ങൾ സഹിതം എഴുതാൻ വേണ്ടിയിട്ട്, സാമൂഹിക ബഹിഷ്കരണം എന്താണ്, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്ന ആശയം എന്താണ്, ബഹുജന വിനിമയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2023 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നെ സോഷ്യൽ മാപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ, അത് ആക്ച്വലി ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തൊരു പോർഷനാണ്. പക്ഷേ എന്താണ് പറ്റുന്നുള്ളവരൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ഇനി അടുത്ത നെയിം എനി 2 പോർട്ട് സിറ്റീസ് ദാറ്റ് എമർജ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ദെൻ അടുത്ത ഔട്ട്സോഴ്സിങ് എന്താണ്, സോഷ്യൽ മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അൺടച്ചബിലിറ്റിയുടെ 2 ഡയമെൻഷൻസ്. ഓക്കെ, ഈ അൺടച്ചബിലിറ്റി ഒക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കുകളാണെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. മലയാളത്തിലോട്ട് പോകുമ്പോൾ സാമൂഹ്യ ഭൂപടം ഉദാഹരണ സഹിതം എഴുതാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഏതെങ്കിലും 2 തുറമുഖ നഗരങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട്, പുറം പണിക്കരാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സാമൂഹ്യ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ 2022 എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അവിടെ ചോദിച്ചിട്ടുള്ളത് ഡെമോഗ്രഫി ഡിവിഡൻഡ് എന്താണ്. ഓക്കെ, 2ാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. പാട്രി ലോക്കൽ ഫാമിലീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ എനി 2 കൾച്ചറൽ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ കൊളോണിയലിസം കാരണം വന്ന 2 കൾച്ചറൽ ചേഞ്ച് എഴുതാൻ വേണ്ടിയിട്ട് പേര് മാത്രം എഴുതിയാൽ മതി. അടുത്ത റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സർക്കുലേഷൻ ഓഫ് ലേബർ, അതുപോലെ കോർപ്പറേറ്റ് കൾച്ചർ എന്താണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. അതായത് ജനസംഖ്യാ ലാഭവിഹിതം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പിതൃസ്ഥാനീയ കുടുംബത്തെ നിർവചിക്കുക, കോളനിവൽക്കരണം കൊണ്ടുണ്ടായ ഏതെങ്കിലും 2 സാംസ്കാരിക മാറ്റങ്ങൾ എഴുതുക, തൊഴിൽ സംക്രമണത്തെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് സംസ്കാരം എന്നാൽ എന്തോന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ നിങ്ങൾ നോക്കുമ്പോൾ എവിടെ ചോയ്സ് വന്നിട്ടുണ്ട് 2 മാർക്കിന്. ഇത് പക്ഷേ 2022 ആ ഒരു ടൈമാണ്, മീൻസ് കോവിഡൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ പക്ഷെ നമുക്കിപ്പോൾ റീസെൻറ്റ് പാറ്റേൺ വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റീസെൻറ്റ് പാറ്റേൺ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചോയ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചോയ്സ് ഇല്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ പോവുക. ഇനി അഥവാ ഇൻ കേസ് പാറ്റേൺ മാറി ചോയ്സ് വരികയാണെങ്കിൽ നല്ലത് തന്നെയാണ് ഓഫ് കോഴ്സ്. പക്ഷേ ചോയ്സ് കാണത്തില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ നിങ്ങൾ പോവുക. കാരണം കഴിഞ്ഞ വർഷമൊന്നും ചോയ്സ് കൊടുത്തിട്ടില്ല 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഇനി നമുക്ക് 2021 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഇതിൽ ചോദിച്ചിട്ടുള്ളത് സിവിൽ സൊസൈറ്റി എന്താണ്. സിവിൽ സൊസൈറ്റിക്ക് 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ 2 മാർക്കിന് കണക്കാക്കി മാത്രം നോക്കിയിട്ട് പോകരുത്, എസ്സേക്ക് കൂടി കണക്കാക്കി. കാരണം അത് സ്പെഷ്യലായിട്ട് നമ്മളെ വീഡിയോസ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, സാൻസ്ക്രിതൈസേഷൻ അതും ഒരു അഗെയിൻ എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. ഇത് മറ്റേ ആ ഒരു കറക്റ്റ് ആ കോവിഡ് ടൈമിലല്ലേ 2021 എന്നൊക്കെ പറയുമ്പോൾ. ദെൻ അടുത്ത് വൻ പഞ്ചായത്ത് എന്താണ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താണ്, ഔട്ട്സോഴ്സിംഗ് ഇതാക്കണ്ടോ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. വൈ സർട്ടൺ മീഡിയാസ് ആർ റിഫേർഡ് ആസ് മാസ് മീഡിയ എന്ന് ചില മീഡിയാസിന് എന്തുകൊണ്ട് പറയുന്നു. ഇനി അടുത്ത പൗരസമൂഹം ഒക്കെ എന്താണ്, സമുദായം എന്നാൽ എന്ത്, അപവ്യവസായവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സംസ്കൃതവൽക്കരണം എന്നാൽ എന്ത്, വനപഞ്ചായത്ത്, താത്പര്യ സംഘങ്ങൾ, പുറം പണിക്കരാർ എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങളെ ബഹുജന മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ ഒപ്പം തന്നെ 2025 1 വേർഡ്സ് ഒന്ന് നോക്കി നോക്കാം ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. സോ ആദ്യമേ തന്നെ
ഐഡൻറ്റിഫൈ ദ സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് മണ്ഡൽ കമ്മീഷനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഹൂ അമംഗ് ദ ഫോളോവിങ് ഈസ് നോൺ ആസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അംബേദ്കർ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. ബി ആണ് ഉത്തരം, ഓപ്ഷൻ ബി. ഇനി ദ എമർജൻസ് ഓഫ് മെഷീൻ പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ഇനാനിമേറ്റ് പവർ റിസോഴ്സസ് ലൈക്ക് സ്റ്റീം ഓർ ഇലക്ട്രിസിറ്റി, ഇതിനെന്താ നമ്മൾ പറയുക? ഏതാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് അഗെയിൻ ഇൻഡസ്ട്രിയലൈസേഷൻ 2 മാർക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ആ ഡെഫിനേഷനല്ലേ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നെയിം ദ പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് പവർ ആൻഡ് അതോറിറ്റി ബിറ്റ്വീൻ എ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്? ഫെഡറലിസം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലുള്ള ടോപ്പിക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ നേരിട്ട് മേ ബി കാണാൻ ചാൻസ് ഇല്ല, അഡീഷണൽ ടെക്സ്റ്റിലായിരിക്കും ഇത് കാണാൻ പറ്റുക കേട്ടോ. ഫെഡറലിസം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ലുക്കിംഗ് ത്രൂ ദ ഐസ് ഓഫ് അതേഴ്സ് ബൈ ദ റിസർച്ചർ ആൻഡ് ഹിസ് റിസർച്ച് ഈസ് നോൺ ആസ് എന്താണ്? സെൽഫ് റിഫ്ലെക്സിവിറ്റി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഏതാണ്? സെക്സ് റേഷ്യോ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ആഡം സ്മിത്ത് എഴുതിയ ഒരു ബുക്ക് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഉത്തരം. ഇനി മിക്സിംഗ് ഓഫ് ഗ്ലോബൽ കൾച്ചർ ടു ലോക്കൽ കൾച്ചറിനെയാണ് നമ്മൾ ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തെന്താ? ദ ഗവൺമെൻറ് ട്രൈങ് ടു സെൽ ദ ഷെയർ ടു ദ പ്രൈവറ്റ് കമ്പനീസ്, അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇങ്ങനെ 2 മാർക്കിനും ചോദിച്ച് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് മാറിയും തിരിഞ്ഞും ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി എന്താണ് 10ാമത്തെ ചോദ്യം? ഇതിൽ ആരാണ് ഫുഡ് ലോസ് ലേബർ എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്? ഏത് സോഷ്യോളജിസ്റ്റാണ്? ജാൻ ബ്രിമാൻ ആയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് മലയാള മീഡിയത്തിലുള്ള കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ 2ാമത്തെ പിന്നോക്ക വർഗ്ഗ കമ്മീഷനെ കണ്ടെത്തുക. ഏതാണ്? മണ്ഡൽ കമ്മീഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? അംബേദ്കർ ആണ്. നിർജീവമായ ആവിശക്തിയും വൈദ്യുതിയും ഉപയോഗിച്ച് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേന്ദ്ര ഗവൺമെൻറ്റും പ്രാദേശിക ഗവൺമെൻറ് ശക്തിയും അധികാരവും വിതരണം ചെയ്യുന്ന രാഷ്ട്രീയ ചട്ടക്കൂടിനെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അഡീഷണൽ ടെക്സ്റ്റിലെ ടോപ്പിക്കാണ് ഫെഡറലിസം എന്നാണ് പറയുക കേട്ടോ. ആൻസർ എന്താണ്? ഫെഡറലിസം ആണ്. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം, ഗവേഷകൻ തന്നെയും തൻ്റെ ഗവേഷണത്തെയും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കി കാണുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, സ്വയം പ്രതിപദനമാണ് അല്ലേ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത കാലഘട്ടത്തിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ടെന്നുള്ള അത് എന്താ പറയുക? സെക്സ് റേഷ്യോ ആണ് അല്ലേ, ലിംഗാനുപാതമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ആഡം സ്മിത്ത് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആഗോള സംസ്കാരം പ്രാദേശിക സംസ്കാരമായി ഇടകലരുന്നതിനെ എന്തെന്നാണ് വിളിക്കുക? ഗ്ലോക്കലൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ഗ്ലോക്കലൈസേഷൻ. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഗവൺമെൻറ് സ്വകാര്യ കമ്പനികൾക്ക് വിധിക്കുന്നതിനെ എന്തെന്നാണ് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. 2 മാർക്കിനും ചോദിച്ച് കണ്ടതാണ്, പഠിച്ചിട്ട് പോവാം. ഇനി താഴെ തന്നിരിക്കുന്നതിൽ എങ്ങും നിലയുറയ്ക്കാത്ത തൊഴിലാളി എന്ന പദം ഉപയോഗിച്ചതാരാണ്? എങ്ങും നിലയുറയ്ക്കാത്ത തൊഴിലാളി ഇതാരാണ്? ജാൻ ബ്രിമാൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജാൻ ബ്രിമാൻ ആണ് ആ ഒരു ടേം കൊണ്ടുവന്നത്. പ്ലസ് ഇതോടൊപ്പം തന്നെ 2024 1 വേർഡ്സ് കൂടി നമുക്ക് നോക്കി ഈ വീഡിയോ വൈൻഡപ്പ് ആക്കാം കേട്ടോ. സോ 1ാമത്തെ ചോദ്യം, ഹു കോൾഡ് അപ്പോൺ ദ മീഡിയ ടു ഫങ്ഷൻ ആസ് ദ വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി? ഇതിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, വായിച്ചിട്ട് പോവുക. ഇനി വന്നാൽ എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി ദ ഫസ്റ്റ് മോഡേൺ മാസ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിഗൺ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡാഷ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്രിൻറ്റിംഗ് പ്രസ്സാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രിൻറ്റിംഗ് പ്രസ്സാണ്. ഓക്കെ, ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് കിട്ടും കേട്ടോ. ഇനി ഡാഷ് റിഫേഴ്സ് ടു ദ മിക്സിംഗ് ഓഫ് ഗ്ലോബൽ കൾച്ചർ വിത്ത് ലോക്കൽ കൾച്ചർ. ഏതാണ്? ഗ്ലോക്കലൈസേഷൻ. റിപ്പീറ്റ് ചെയ്ത് കണ്ടല്ലോ. ഇത് 2 മാർക്കിനും കണ്ടതാണ്, പിന്നെ എന്താണ് 1 മാർക്കിൻ്റെ സെക്ഷനിലും കണ്ടു. അപ്പോൾ ഗ്ലോക്കലൈസേഷൻ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ തന്നെ നമുക്കൊരു ഇതിലപ്പുറം വേറൊരു പ്രൂഫ് കാണിക്കാനില്ല അല്ലേ. ഇനി ഹു അമംഗ് ദ ഫോളോവിങ് എംബസൈസ് ദ ഗ്ലോറി ഓഫ് ദ ആര്യൻ പീരീഡ്? ഓക്കെ, ആര്യൻ പീരീഡിനെ പറ്റിയിട്ട് അതെ പുകഴ്ത്തി പറഞ്ഞ വ്യക്തി ആരാണെന്നുള്ളതാണ്. ദറ്റ് ഈസ് ബാലഗംഗാധര തിലകാണ്. അതൊന്നും അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ടോപ്പിക്കുകളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഹു അമംഗ് ദ ഫോളോവിങ് എംബസൈസ്ഡ് ദ ഗ്ലോറി ഓഫ് ദ ആര്യൻ പീരീഡ്? ബാലഗംഗാധര തിലക് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ജ്യോതിബ ഫുലെ ഹു സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ വിമൻ അറ്റ് ഡാഷ്? ഇതെല്ലാം ഇപ്പോഴും ചോദിക്കുന്നതാണ്. പൂനെ. ഓക്കെ, പൂനെയിലാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ സ്കൂൾ ജ്യോതിബ ഫുലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആരാണ് ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. BR അംബേദ്കർ. കണ്ടോ, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും 25 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. നെക്സ്റ്റ് വരുന്നതും പലപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് അഗ്രസീവ് ചൗനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റീസ് കോൾഡ് ഡേഷ്. എന്താണ്? കമ്മ്യൂണലിസം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കമ്മ്യൂണലിസം ആണെന്നുള്ളൊരു കാര്യം എന്താക്കുക നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ക്ലിയർ. ഇനി 8ാമത്തെ ചോദ്യം, ഫാമിലീസ് ദാറ്റ് പാസ് ഓൺ പ്രോപ്പർട്ടി ഫ്രം മദർ ടു ഡോട്ടർ അല്ലേ, അമ്മയിൽ നിന്ന് മകളിലേക്ക് ആ ഒരു അതോറിറ്റി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാട്രിലീനിയൽ ഫാമിലീസ് എന്ന് പറയുന്നത് അല്ലേ, മാട്രിലീനിയൽ ഫാമിലീസ്. ഓക്കെ, ഇനി ഡാഷ് റിഫേഴ്സ് ടു ദ പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് വൺ ഗ്രൂപ്പ് ടുവേർഡ്സ്
അനദർ. ഓക്കെ, പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ആണ്. അതിന് നമ്മൾ എന്താ പറയുക, പ്രിജുഡൈസസ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ നോൺ സ്റ്റേറ്റ് ആൻഡ് നോൺ മാർക്കറ്റ് പാർട്ട് ഓഫ് ദ പബ്ലിക് ഡൊമൈൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഗെറ്റ് ടുഗെദർ വോളണ്ടറിലി ടു ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്. ഇത് ഏതാണടാ, നമ്മുടെ സിവിൽ സൊസൈറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സിവിൽ സൊസൈറ്റി ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാം. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടന്മാരായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയാണ്, നോക്കിയിട്ട് പോവുക. ഇനി ആദ്യത്തെ ആധുനിക ബഹുജന മാധ്യമ സ്ഥാപനം ആരംഭിച്ചത് എന്തിൻ്റെ വികാസത്തോടെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിൻറ്റിംഗ് പ്രസ്സാണ് കേട്ടോ. അതായത് അച്ചടി യന്ത്രമാണ്. ഓപ്ഷൻ സി ആണ്, അച്ചടി യന്ത്രമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും ഇടകലരുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? ഗ്ലോക്കലൈസേഷൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗ്ലോക്കലൈസേഷൻ ഓപ്ഷൻ സി ഉത്തരമാണ്. ഇനി ആര്യൻ കാലഘട്ടത്തിൻ്റെ മഹിമയ്ക്ക് ഊന്നൽ നൽകിയത് ഇവരിൽ ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബാലഗംഗാധര തിലകാണ്. നോക്കിയിട്ട് പോവുക, ശ്രദ്ധിക്കാതെ വിടുന്ന ടോപ്പിക്കാണ്, അത് പഠിച്ചിട്ട് പോവുക. ജ്യോതിബ ഫുലെ വനിതകൾക്കായുള്ള ആദ്യ സ്കൂൾ ആരംഭിച്ചത് എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. വീണ്ടും ഇതേ ചോദ്യം തന്നെ 25-ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടതാണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇനി മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണ ഉത്സുകമായ സങ്കുചിതയാണ് എന്ത് പറയുന്നത്? സങ്കുചിതമാണ് വർഗീയത. ഓക്കെ, ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. അഗ്രസീവ് ചൗനിസം. ഓക്കെ, സോ അതാണ് കമ്മ്യൂണലിസം, വർഗീയത. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കുടുംബസ്വത്വ മാതാവിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന തരം കുടുംബങ്ങൾ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? അതെ, മാതൃദായ കുടുംബങ്ങളെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളെക്കുറിച്ചുള്ള മുൻധാരണകളെയും മനോഭാവങ്ങളെയുമാണ് ഡേഷ് എന്ന് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? പ്രിജുഡൈസസ്, മുൻവിധികൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്, മുൻവിധികളാണ് കേട്ടോ. നോക്കിയിട്ട് പോവുക, അതൊക്കെ തന്നെ 2 മാർക്കായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതും വ്യക്തികൾ ഒന്നു ചേർന്ന സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിക്കുന്നതുമായ രാഷ്ട്രീയതര വിപണിയിതര മേഖലയാണ് ഡാഷ്. ഏതാണ് ഉത്തരം? പൗരസമൂഹം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൗരസമൂഹമൊക്കെ ഷോർട്ടസ്റ്റ് എസ്സേ ടോപ്പിക്കുകൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ടോപ്പിക്സ് നമ്മളിപ്പോൾ എസ്സേ എന്ന് പറഞ്ഞാലും 1 വേർഡ് എന്ന് പറഞ്ഞാലും അത് തന്നെ അവർ പല മാർക്കിനെ കണക്കാക്കിയൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. സോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇതിൽ കണ്ട ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇത് 2024-ലും 25-ലും ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു, സോഷ്യോളജിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, എസ്സേ ചോദ്യങ്ങൾ, വെയിറ്റേജ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉറപ്പായിട്ടും. ആൻഡ് നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് നാളത്തെ എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.